അപ്പോൾ ബിഗ് ബോസിന്റെ വാസ്തവം അറിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനെ കുറിച്ചുള്ള വാസ്തവം ഞാൻ പറയാൻ പോവാണ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ അതായത് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പല തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങളുള്ള പലർക്കും പല സ്വഭാവങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഒരു 3 മാസത്തേക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ശരിക്കും ചുരുക്കത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനിരിക്കുന്ന നമുക്ക് കുറച്ച് കണ്ടു കഴിയുമ്പോൾ നമ്മളും അതിന് അഡിക്റ്റായി മാറും എന്നത് മാത്രമല്ല, അവരുടെ സ്വഭാവങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവും. ഓരോരുത്തരും ഏത് തരത്തിലാണ് ഒരുമിച്ചാകുമ്പോൾ ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. യഥാർത്ഥ മനുഷ്യർ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. കൊല്ലാൻ തോന്നുന്നു, ഇടിക്കാൻ തോന്നുന്നു, സഹനശക്തി, അങ്ങനെ പറയണ്ട. മനുഷ്യരുടെ വികാരങ്ങൾ പല തരത്തിൽ മാറുന്നതായിട്ട് നമുക്ക് ഒറ്റ ഇതിൽ നിന്ന് കാണാൻ പറ്റും. അതാണ് ശരിക്കും ബിഗ് ബോസ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലത്തെ ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല കാര്യമായിട്ട് വഴക്ക് കിട്ടി. കഴിഞ്ഞ ഇതിലെ സീസണിൽ നല്ല പോലെ വഴക്ക് കിട്ടിയിട്ട് മര്യാദയ്ക്ക് നിൽക്കാതെ നിന്നോ എന്ന് ബോസ് ലാലേട്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഷാനവാസ്. എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല, എന്നെ അടിച്ച് ലാലേട്ടൻ പുറത്താക്കിയാൽ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വെളിയിലിറങ്ങി ഓടേണ്ടി വന്നാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ആരുടെ തള്ളയ്ക്കും വിളിക്കും തന്തയ്ക്കും വിളിക്കും, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എന്നുള്ള ഒരേ വാശിയിൽ അനുമോള്. അപ്പോൾ എന്താ പറയുക, അനുമോളെ അനുകരിച്ച് ഭയങ്കര നല്ല നടനായി മാറിയ നെവിനോട് അനുമോൾക്ക് ഭയങ്കര വൈരാഗ്യമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈരാഗ്യം തീർക്കണം അനുമോൾ നെവിനോട് പല തരത്തിൽ കാണിക്കണം. നെവിന് ഭയങ്കര വൈരാഗ്യം അനുമോള്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിൻ പുറകേ നടന്ന് ചൊറിഞ്ഞ് എത്രമാത്രം ചൊറിയാൻ പറ്റും അത്രയ്ക്ക് ചൊറിയുന്നുണ്ട് നെവിൻ. അപ്പോൾ നെവിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തെ കൂതറ സ്വഭാവം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും നല്ല വ്യക്തി എന്നുള്ള തേടിക്കൊണ്ടിരുന്ന നമ്മുടെ സാബുമോൻ ഇപ്പോൾ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ കാണാൻ പോണേ ഉള്ളൂ എന്ന് പറഞ്ഞ് പലവട്ടം ആ സ്വഭാവം പുറത്തേക്ക് വരുന്നുണ്ട്, ചാടി വരുന്നുണ്ട്. എപ്പോൾ അത് പുറത്തേക്ക് വരുമെന്ന് അറിയില്ല. എന്തായാലും സാബുമോന് ഭയങ്കരമായ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആദില നൂറ, അവർ അത്യാവശ്യം തുടക്കം മുതലേ കൂറ സ്വഭാവമുണ്ട്. ആ കൂറ സ്വഭാവം തന്നെ അവർ ഇപ്പോഴും സ്റ്റിൽ നിലനിർത്തി പോകുന്നുണ്ട്. എത്രമാത്രം അവിടെ നിന്ന് പോകാൻ പറ്റും എന്ന് അവർക്കല്ല. അവർ അവിടെ ചാടി ഇവിടെ ചാടി അങ്ങോട്ട് ചാടി, അതായത് ഒരുപാടില്ലാത്ത സാധനങ്ങൾ. അപ്പോൾ അതാണ് ആദില നൂറ. പിന്നെ അവരുടെ വേറെ കാര്യം, അവർ ഫസ്റ്റ് ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് കയറിയത്. അവർ 2 ആക്കിയതിനു ശേഷം അവർ ഒരുമിച്ച് തന്നെയാണ് ശരിക്കും മുന്നോട്ട് പോകുന്ന കാര്യം. 2 പേരും എപ്പോഴും ഒറ്റക്കെട്ടാണ്. പിന്നെ എന്തിനാണ് 2 കണ്ടസ്റ്റന്റ് ആക്കിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. എല്ലാ ഇതിലും അവർ ശരിക്കും ഒരുമിച്ചാണ് നിൽക്കുന്നത്. 2 പേർക്ക് ഒരേ അഭിപ്രായവും ഒരേ തീരുമാനങ്ങളും ഒരേ രീതിയിലാണ് അവർ പോകുന്നത്. 2ആയിട്ട് കളിക്കുന്നുവെങ്കിൽ അവർ ഒരേ ഇതാണ്. ഇനി നെക്സ്റ്റ് അവിടെ പറയണം എന്ത് ചെയ്യണം, എന്താണ് ഏതാണ്. ഒരാളുടെ വികാര വിചാരങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് ശരിക്കും ഈ ആര്യൻ എന്ന് പറയുന്നത്. പക്ഷേ കുറ്റം പറയാൻ പറ്റില്ല, ഉള്ളിൽ ഏറ്റവും ചെറുപ്പക്കാരനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയില്ല, ആര്യനെ കുറിച്ച് അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താണെങ്കിൽ പിന്നെ ഇവിടെ ആരാളെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ് സെറമണിയിലേക്ക് പോകാറായിട്ടുണ്ട്. കപ്പ് ആരടിക്കും എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുന്നത് ഭയങ്കര ഹെവി ടാസ്കുകളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ടാസ്കുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരുടെ തനി കൂതറ സ്വഭാവം എടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങേയറ്റം എന്തൊക്കെ ചെയ്ത് നമുക്ക് മുന്നേറാം അല്ലെങ്കിൽ കപ്പ് സ്വന്തമാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ വികാരഭരിതമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ